ബയോടെക്നോളജി രംഗത്തും ഊർജ്ജോൽപാദന രംഗത്തും നാഴികക്കല്ലാവുന്ന കണ്ടെത്തലുമായി ശാസ്ത്രജ്ഞർ. ശ്വസിക്കുമ്പോൾ വൈദ്യുതി പുറത്തുവിടുന്ന ബാക്ടീരിയകളെയാണ് ശാസ്ത്രലോകം പുതുതായി കണ്ടെത്തിയിരിക്കുന്നത്. റൈസ് സർവകലാശാലയിലെ ഒരു കൂട്ടം ശാസ്ത്രജ്ഞരാണ് കണ്ടുപിടുത്തത്തിന് പിന്നിലുള്ളത്. ഇന്ന് ലോകത്ത് കണ്ടെത്തിയ മിക്ക ജീവികളും ഊർജ്ജോൽപാദനത്തിന് ഓക്സിജനെ ആശ്രയിക്കുമ്പോൾ ചില ബാക്ടീരിയകൾ ഇലക്ട്രോണുകളെ പുറന്തള്ളുന്നതിന് നാഫ്തോക്യുനോൺസ് എന്ന പ്രകൃതിദത്ത സംയുക്തങ്ങൾ ഉപയോഗിക്കുന്നതായാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത്. ബാറ്ററികൾ ഇലക്ട്രിക് കറണ്ട് പുറത്തുവിടുന്നതിന് സമാനമായാണ് ബാക്ടീരിയ പ്രവർത്തിക്കുന്നത്. എക്സ്ട്രാ സെല്ലുലാർ റെസ്പിറേഷൻ എന്നാണ് ഈ പ്രക്രിയയെ വിളിക്കുക. വൈദ്യുതി പുറന്തള്ളുന്നതിനാൽ ഓക്സിജൻ ഇല്ലാതെ തന്നെ ഈ ബാക്ടീരിയകളുടെ നിലനിൽപ്പ് സാധ്യമാകും. ഈ അസാധാരണ ശ്വസന രീതി മുൻപ് തന്നെ ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ഇതിനു പിന്നിലെ കാരണം കണ്ടെത്തുന്നത് ഇതാദ്യമായാണ്. പുതിയ കണ്ടെത്തലിന് ശാസ്ത്രലോകത്ത് വലിയ പ്രാധാന്യമുണ്ടെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. മലിനജല സംസ്കരണം, ബയോ മാനുഫാക്ചറിംഗ് തുടങ്ങിയ ബയോടെക്നോളജിക്കൽ മേഖലകളിൽ വലിയ മാറ്റമുണ്ടാക്കാൻ ഈ പുതിയ കണ്ടെത്തലിന് കഴിയുമെന്ന് ശാസ്ത്രലോകം വിലയിരുത്തുന്നു. രോഗനിർണയം, മലിനീകരണ നിയന്ത്രണം, ശൂന്യാകാശ പര്യവേക്ഷണം എന്നീ മേഖലകളിൽ ഇത് ഉപയോഗപ്പെടുത്താനാകുമെന്നാണ് പ്രതീക്ഷ.